മറ്റൊരു റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. രക്തക്കുറവ്, വിളർച്ച, ക്ഷീണം തുടങ്ങിയ അസുഖമുള്ളവർക്ക് പറ്റിയ ഒരു മരുന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. മുരിങ്ങയില വെച്ചുള്ളൊരു സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ മുറ്റത്ത് നിന്ന് മുരിങ്ങയില ഫ്രഷായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടർത്തിയെടുക്കാം. മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മുരിങ്ങയില ഞാൻ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1 ചെറിയ ഉള്ളിയും അതുപോലെ 4-5 അല്ലി വെളുത്തുള്ളിയും അതുപോലെ അതിലേക്കിടാം. ഇതിലേക്ക് ഒരു അര സ്പൂൺ കുരുമുളകും, അര സ്പൂൺ ജീരകവും, ഒരു 4-5 മല്ലിയും ഇതൊന്ന് ചതച്ചിട്ട് ഇതിലേക്കിടാം. ചതച്ചിട്ടുണ്ട്. പൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. അത് നമുക്ക് അതിലേക്കിടാം. പിന്നീട് ഒരല്പം മഞ്ഞൾപ്പൊടി അതും ഇടാം. പിന്നീട് ഇതിലേക്ക് ഒരു 2-3 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. നമ്മുടെ സൂപ്പ് ആവശ്യമുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. പിന്നീട് കുറച്ച് ഉപ്പും ഇട്ട് ഇതൊരു 3-4 വിസിൽ വരുന്നത് വരെ ഇത് നമ്മളൊരു അരിപ്പയിലൂടെ ഒഴിച്ച് അരിച്ചെടുക്കാം. ശേഷം ഇതൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്ത് അതിൻ്റെ എല്ലാ സത്തുക്കളൊക്കെ ഒന്ന് എല്ലാം ഊറ്റിയെടുക്കാം. നമുക്ക് ഈ സൂപ്പ് ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം. പിന്നെ ഇതൊരു സൂപ്പിൻ്റെ ഒരു ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട്, ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നൈസായിട്ട് അത് അതിലേക്കിട്ട് അതിലേക്കൊരല്പം മുരിങ്ങയില ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിലിട്ട് അത് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ സൂപ്പ് എടുത്ത് ഒഴിക്കാം. സൂപ്പ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/4 സ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കിയത് അതുകൂടി ഇതിലൊഴിച്ച് സൂപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ലേശം, മറ്റേത് വെറും വെള്ളം പോലെ ഇരിക്കുമ്പോൾ അത്ര ഒരു ഇതില്ല, ഒരു ചെറിയൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു അല്പം ചേർക്കുന്നു. അങ്ങനെ ഈ സൂപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ അതിൻ്റെ മേളിലേക്കിടാം. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ മുരിങ്ങയില സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.